നമ്മളിപ്പോൾ ഉള്ളത് കുവൈത്തിലെ അതിമനോഹരമായൊരു സ്ഥലത്താണ്. അതായത് ഇതേ കുവൈറ്റ് ടവറിൻ്റെ നേരെ താഴത്തായിട്ടുള്ളത്. കുവൈറ്റ് ടവറാണ് നമ്മളിന്ന് കയറി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുവൈറ്റ് ടവറിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്ത് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം. അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറണം. അപ്പോൾ ആ ഒരു ടവറിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഇപ്പോൾ പ്രവേശനമുള്ളൂ. മറ്റു ടവർ ഒന്ന് ഇലക്ട്രിസിറ്റീൻ്റെതും മറ്റത് വാട്ടറിൻ്റെതുമാണ്. അപ്പോൾ ഒരു ടവറിലേക്കാണ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുള്ളൂ പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. 3 ദിനാറാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കുവൈറ്റ് ടവറെല്ലാം കാണാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു റൂട്ട് ട്രാവലർ. നമ്മളങ്ങോട്ട് പോകുന്നേരം തന്നെ വണ്ടിയുടെ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ 2 സൈഡിലും അടിപൊളിയിൽ മരം വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ടവറിങ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോവാം. ടവറിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. ടവറിൻ്റെ താഴെ തന്നെ നല്ല കല്ലിൽ കൊത്തി ഉണ്ടാക്കി കുവൈത്ത് നല്ല ഇത് അറബിയിൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ശില്പിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ ടവറുണ്ട് അവിടെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ദൂരെ നിന്ന് കാണുന്നതിനുള്ള ഒരു ചെറുപ്പമല്ല നമ്മളിവിടെ അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ ഇത് കാണുന്നത്. ഭയങ്കര വലുതാട്ടോ. നമ്മളൊരു ഫോട്ടോത്തിലെല്ലാം കാണുന്നതിൻ്റെ ഉള്ളൊരു സംഭവമേ അല്ല. ഇതൊന്ന് നേരിട്ട് കാണുന്ന വേണം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്കായിരുന്നു. ഈ ഒരു ചെറിയ ടവറാണ് ഇലക്ട്രിസിറ്റീൻ്റെ ഫുൾ സപ്ലൈ ചെയ്യുന്ന ഈ ഒരു ചെറിയ ടവർ എന്നാൽ. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ വാട്ടർ സപ്ലൈ കേട്ടോ. ഇപ്പോൾ 2 ടവർ. പിന്നെ നമ്മൾ കയറുന്നത് ഇതിലാണ്. ഇതിൻ്റെ മേലത്ത് ഒരു കറങ്ങുന്ന ഹോട്ടലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അരമണിക്കൂർ കൂടുമ്പോൾ മൊത്തത്തിൽ ഇത് കറങ്ങി ചുറ്റി വരുക ഒരു സംഭവം. അല്ല നമുക്ക് അവിടെ പോയിട്ട് കാണാം എന്തായാലും. ഇത് നമ്മൾ കാണുന്നേരം വിചാരിക്കും ഇത് ഈ ഒരു പുൽമേടിൻ്റെ മേലെ ഇങ്ങനെ എത്തിച്ചാണ്. അതല്ല കേട്ടോ. ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടാണ് ഉള്ളിലേക്ക് കയറേണ്ട എൻട്രൻസും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ബാഗും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് സ്കാൻ ചെയ്യണം. എയർപോർട്ടിലെ പോലെ തന്നെയുള്ള എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ഉണ്ട്. നമ്മൾ ലിഫ്റ്റിലേക്ക് ഇനി മേലേക്ക് കയറണം. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നേരെ കടലാട്ടോ മുന്നിൽ. ഇത്രയും ഹൈറ്റിലാണ്. നല്ല അടിപൊളി വ്യൂ. മേലെ കയറിയാലും ഒന്നും പറയാനില്ല. വണ്ടിയെല്ലാം പോകുന്നത് നമ്മൾ അത്രയും ചെറുതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുവൈത്തിലെ ഏറ്റവും വലിയ ടവറായത് നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുന്നത് കുവൈറ്റ് സിറ്റിയിൽ ഇപ്പോൾ കാണുന്നത് കുവൈറ്റ് സിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ കുവൈറ്റ് സിറ്റി നല്ല അടിപൊളി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ മേലേക്കൊരു ചെറിയൊരു സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് നമ്മളെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടും കണ്ടിട്ട് നമുക്ക് മേലെ കയറിയിട്ട് റെസ്റ്റോറൻ്റ് ഒന്ന് കാണണം. സാൽമി ഏരിയ കംപ്ലീറ്റ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സിറ്റിയുടെ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുവൈറ്റ് സിറ്റിൻ്റെ അതിമനോഹരമായൊരു വ്യൂ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇനി അടുത്ത നമ്മളെ കയറ്റം. ഇവിടെ ഇത് കയറി മേലെ ചെല്ലുമ്പോൾ താഴത്തേനെക്കാട്ടും ഒന്നുകൂടെ ഒരു സംഭവമായിട്ടാട്ടോ മേലുള്ളത്. വാവ്.
ഇതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ശരിക്കും അവിടെ നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങുന്ന ഒരു ചെറിയൊരു ഫീലുണ്ട് കേട്ടോ. താഴത്തു നിന്ന് ഇത് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസും കുടിച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റൗണ്ട് അടിച്ച് വരാം. നമ്മൾ റൗണ്ട് അടിക്കണ്ട, ഇത് റൗണ്ട് അടിച്ചോളൂ. നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി. അതെ, ഇതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് അരമണിക്കൂറാകുമ്പോൾ ഒരു റൗണ്ട് അടിച്ച് വരും. അപ്പോൾ നമ്മൾ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ചുറ്റി കറങ്ങി വരാം. കുവൈത്തിലുള്ള പ്രവാസികൾ ആരെങ്കിലും ഇത് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് 3 ദിനാറേ ഉള്ളൂ. അത് കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം 3 ദിനാർ ഒരു പൈസ ഒന്നുമല്ല. ഇവിടെ വന്നിട്ട് ഇത് കാണാനുണ്ട്. 3 ദിനാറിന് ഇവിടെ വന്നാൽ നമുക്കത് മുതലാവും. കാരണം അത്രയും നല്ല അടിപൊളി ഗംഭീരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അനുഭവിക്കുക, ഇതൊന്ന് കാണുക. ഇവിടെ നടക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതും എല്ലാം ഒന്ന് നമ്മളെന്ത് ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം. അത്രയും സംഭവം. ഈ സൈഡിലായിട്ട് ഒരു പാർക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പണി നടന്നിട്ട് ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് ഓപ്പൺ ആക്കേണ്ട പരിപാടി. അപ്പോൾ ഇതേ പണി നടന്നുകൊണ്ടിരിക്കുന്ന. അതുപോലെ തന്നെ നേരെ മുന്നിൽ കാണുന്നത് അതേ നമ്മളെ പാലം കാണുന്നുണ്ട്, ദോഹ പാലം. ലോകത്തിലെ ഏറ്റവും വലിയ പാലം കേട്ടോ കാണുന്നത്, വേൾഡ് റെക്കോർഡുള്ള പാലം. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ നമ്മൾ ലിഫ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, ലിഫ്റ്റ് വരട്ടെ എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുവൈത്തിലുള്ളവർ, നമ്മളെ പ്രവാസികൾ എന്തായാലും ഇവിടെ ഒരിക്കലും വന്നിട്ട് ഇതൊന്ന് കാണണം. കാരണം അത്രയും ഒരു ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം കുവൈത്തിൽ നിന്നിട്ട് നമ്മൾ ഇത് കാണാതെ പോകുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും കാണുക. 3 ദിനാറാന്നേ ഉള്ളൂ. ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് പോവാം. ബാക്കി നമുക്ക് കുവൈത്തിലെ പുതിയ കാഴ്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.